ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ടോപ്പിക്ക് എൻട്രിക് ഫീവർ ആണ്. എൻട്രിക് ഫീവർ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ടൈഫോയിഡൽ സാൽമണല്ലയും നോൺ ടൈഫോയിഡൽ സാൽമണല്ലയാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് എസ്സേ ടോപ്പിക്കാണ്. ആൻഡ് അതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എൻട്രിക് ഫീവർ എന്ന് പറയുമ്പം ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഷോർട്ട് എസ്സേ ആയിട്ടും ഷോർട്ട് ആൻസർ ആയിട്ടും അതുപോലെ തന്നെ എസ്സേ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കാൻ പറ്റിയൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അത് ഇൻട്രോയിൽ തന്നെ പറഞ്ഞിരുന്നു. ആൻഡ് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. First introduction. Fatal multisystem illness caused by the Salmonella typhi and Salmonella paratyphi A, B and C. ഇതൊരു ഫേറ്റലാണ്. ഫേറ്റലായിട്ടുള്ളൊരു മൾട്ടി സിസ്റ്റം ഇൻവോൾവ് ആവുന്നുണ്ട്. മൾട്ടി സിസ്റ്റം ഇൽനെസ് ആണ്. ആൻഡ് ഇറ്റ് വാസ് കോസ്ഡ് ബൈ സാൽമണല്ല ടൈഫി ആൻഡ് സാൽമണല്ല പാരാടൈഫി എ, ബി ആൻഡ് സി. നൗ സാൽമണല്ല എന്ന് പറയുമ്പോൾ എന്താ? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയമാണ്. ദേ ആർ ആൻറ്റിജനിക്കലി കോംപ്ലെക്സ്. നൗ ക്ലിനിക്കൽ ക്ലാസിഫിക്കേഷൻ എടുക്കും. ദേ ആർ ക്ലാസിഫൈഡ് ഇൻടു ടു: ടൈഫോയിഡൽ സാൽമണല്ല ആൻഡ് നോൺ ടൈഫോയിഡൽ സാൽമണല്ല. ടൈഫോയിഡൽ സാൽമണല്ല എന്ന് പറയുമ്പോഴത്തേക്കും ദേ ആർ കോസ്ഡ് ബൈ ദി സാൽമണല്ല ടൈഫി ആൻഡ് സാൽമണല്ല പാരാടൈഫി. This causes enteric fever and they are restricted to the human host. Whereas non-typhoidal salmonella എന്ന് പറയും, they colonize in the intestine of the animals. Animals ആകുമ്പോൾ mammals ആവാം, reptiles ആവാം, birds ആവാം, insects ആവാം. ആൻഡ് ഹ്യൂമനെ എങ്ങനെ ഇത് ഇൻഫെക്റ്റ് ചെയ്യുന്നത്? ത്രൂ ഫുഡ് ബോൺ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ആൻഡ് സെപ്റ്റിസീമിയാണ് സിംറ്റംസ് ആയിട്ട് വരുന്നത്. ഫുഡ് ബോൺ ഇൻഫെക്ഷനാണ് ഹ്യൂമനിൽ ഉണ്ടാവുന്നത്. Based on O antigen, they are classified into 67 serogroups and H flagellar antigen. Based on O antigen, they are classified into 67 serogroups and also H flagellar antigen ആയിട്ടായിരിക്കും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ദെൻ മോളിക്കുലർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ മോളിക്കുലർ classification is based on DNA hybridization studies and there are two species. Yes, Salmonella enterica, Salmonella bone-cori. Then antigenic structure എന്ന് പറയുമ്പോൾ there are three types of antigenic structures: O antigen, H antigen, VI antigen. O antigen എന്ന് പറയുമ്പോൾ they are somatic antigen, H antigen is flagellar antigen and VI is surface envelope antigens. This surface enveloped antigen, ഈ VI എന്തുകൊണ്ടാണ് പേര് വരാൻ കാരണം? Because they are related to the virulence and these are expressed in Salmonella typhi and Salmonella paratyphi C. They are poorly immunogenic. As they are poorly immunogenic, we cannot detect it by using viral test. Then they are useful for vaccination. ഈ H ആൻറ്റിജൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ വാക്സിനേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനിയും പറയാൻ പോകുന്നത് സൊമാറ്റിക് ആൻറ്റിജൻ്റെയും എച്ച് ആൻറ്റിജൻ ഓർ ഫ്ലജലർ ആൻറ്റിജൻ്റെ ഡിഫറൻസ് ആണ്. സൊമാറ്റിക് ഓർ ആൻറ്റിജൻ എന്ന് പറയുമ്പോൾ എവിടെ ഏത് പാർട്ടിലാണ് കാണുന്നത്? സെൽ വോളിലെ ലൈപ്പോപോളിസാക്കറൈഡിലാണ് സൊമാറ്റിക് ആൻറ്റിജൻ ഓർ ആൻറ്റിജൻ കാണുന്നത്. പ്ലസ് പ്രോട്ടീൻ ഓർ ഫ്ലജലർ ആൻറ്റിജൻ കാണുന്നത് എവിടെയാണ്? എച്ച് ആൻറ്റിജനിലോ. ഫ്ലജലർ ആൻറ്റിജൻ കാണുന്നത് ദേ ആർ മേഡപ്പ് ഓഫ് പ്രോട്ടീൻ ഫ്ലജലിൻ. ഈ എച്ച് ആൻറ്റിജൻ പ്രോട്ടീൻ ഫ്ലജലിൻ വെച്ചിട്ടാണ് എച്ച് ആൻറ്റിജൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ദെൻ somatic antigen or antigen എന്ന് പറയുമ്പോൾ they are less immunogenic, whereas flagellar antigen is more immunogenic. O antigen indicate recent infection, whereas H antigen indicate convalescent stage. Then O antigen react with O antibody, form compact granular chalky clump appearance. ഇത് ഓർത്ത് വെക്കണം, മൈക്രോസ്കോപ്പിക്കലി അങ്ങനെ അപ്പിയർ ചെയ്യുന്നത് ഗ്രാനുലർ ചോക്കി ക്ലംപ് ആയിട്ടാണ് O ആൻറ്റിജൻ when react with O antibody അപ്പിയർ ചെയ്യുന്നത്. വേറസ് H ആൻറ്റിജൻ when react with that H antibody ആണെങ്കിൽ എങ്ങനെ ഫോം ചെയ്യും? ലാർജ് ലൂസ് ഫ്ലഫി ക്ലംപ്. ദീസ് ആർ ദി ക്രൈറ്റീരിയാസ്. എത്ര ഡിഗ്രി ടെമ്പറേച്ചർ, അഗ്ലൂട്ടിനേഷൻ സ്ലോ ആണ്, റാപ്പിഡ് ആണെന്നുള്ളത്. ദെൻ സീറോ ഗ്രൂപ്പ്സ് ആർ ബേസ്ഡ് ഓൺ O ആൻറ്റിജൻ ആണ്. ആൻഡ് ഫ്ലജലർ ആൻറ്റിജൻ ആണെങ്കിലോ ദേ ആർ ബേസ്ഡ് ഓൺ എച്ച് ആൻറ്റിജൻ. ടൈഫോയിഡൽ സാൽമണല്ല ഡീറ്റെയിൽ ആയിട്ട് ടൈഫോയിഡൽ സാൽമണല്ലയാണ് നോക്കുന്നത്. ടൈഫോയിഡൽ സാൽമണല്ല ഇൻക്ലൂഡ്സ് സാൽമണല്ല ടൈഫി, സാൽമണല്ല പാരാടൈഫി എ, ബി ആൻഡ് സി വിച്ച് കോസസ് എൻറ്ററിക് ഫീവർ. ദെൻ പാത്തോജനസിസ് എന്ന് പറയുമ്പോൾ സാൽമണല്ല ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ഇൻജെക്ഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. They are transmitted by the ingestion of contaminated food and water. Infective dose എന്ന് പറയുമ്പോൾ ഹയർ ദാൻ ഷിഗല്ലയാണ്. അറൗണ്ട് 10⁻³ to 10⁻⁶ ബാസിലി വേണം. ദെൻ റിസ്ക് ഫാക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ഡിക്രീസ് ഇൻ ദി സ്റ്റൊമക്ക് അസിഡിറ്റി ആൻഡ് ഡിക്രീസ് ഇൻ ഇൻറ്റസ്റ്റൈനൽ ഇൻറ്റഗ്രിറ്റി ആണ് റിസ്ക് ഫാക്ടറായിട്ട് പറയുന്നത്. ഡിക്രീസ് ഇൻ സ്റ്റൊമക്ക് അസിഡിറ്റി എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 1 year ഓഫ് ഏജിലൊക്കെ എൻറ്റാസിഡ് ഇഞ്ചക്ഷൻ ഓർ അക്ലോർഹൈഡ്രിയ ഓർ പ്രയർ ഹെലിക്കോബാക്ടർ ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ളവർക്ക്
സ്റ്റൊമക് ആസിഡിറ്റിയൊക്കെ ഡിക്രീസ് ചെയ്തിട്ടുണ്ടാകും. അതേപോലെ തന്നെ ഇൻറ്റസ്റ്റൈനൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ഓർ പ്രയർ GIT സർജറി ഓർ സപ്രഷൻ ഓഫ് ഇൻറ്റസ്റ്റൈനൽ ഫ്ലോറ ബൈ ആൻറ്റിബയോട്ടിക്സിലൊക്കെ ഉള്ളവർക്ക് ഇൻറ്റസ്റ്റൈനൽ ഇൻറ്റഗ്രിറ്റി ഡിക്രീസ് ആയിട്ടുണ്ടാവും. Now, entry to the bacteria salmonella എങ്ങനെയാണ് entry to the epithelial cells, cells or lining of the intestinal mucosa. They enter and they causes ruffles in the membrane, and by making ruffles they enclose and adherent bacteria within the large vesicles. ഇവർ enclose ചെയ്യും bacteria and make them adherent within the large vesicles, and which is mediated by the type 3 secretion system, that is bacilli in the cytoplasm. Cytoplasmത്തിലേക്ക് bacilli ഇറങ്ങും by which is mediated by the type 3 secretory system, and this process is known as back mediated endocytosis or BME. and ഇപ്പം സൈറ്റോപ്ലാസത്തിലാണ് bacilli ഉള്ളത്. Salmonella containing vacuole then reaches to submucosa. Once they reach to submucosa, they get phagocytosed by the macrophage. ഇവരിപ്പം ആദ്യം എൻട്രി ചെയ്തു എപ്പിത്തീലിയൽ സെൽ ഓർ സെല്ലിലൂടെ ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസയിലേക്ക് എൻട്രി ചെയ്തു. മ്യൂക്കോസയിൽ എന്ത് പറ്റി, റഫിൾസ് ഉണ്ടാക്കി, മ്യൂക്കോസൽ മെമ്പറിൽ റഫിൾസ് ഉണ്ടാക്കി. അങ്ങനെ ബാക്ടീരിയസ് ഒക്കെ അഡ്ഹറൻ്റായി ലാർജ് വെസിക്കിൾസ് ഫോം ചെയ്തു. ത്രൂ ബാക്ക് മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ് ദേ ഗെറ്റ് ഇൻറ്റർണലൈസ്ഡ്. സൈറ്റോപ്ലാസത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ത്രൂ ടൈപ്പ് 3 സെക്രീഷൻ സിസ്റ്റം. ഇപ്പോൾ സൈറ്റോപ്ലാസത്തിലാണത് ഉള്ളത്. നൗ ഈ സൈറ്റോപ്ലാസത്തിൽ നിന്ന് എങ്ങോട്ട് പോവുക, സബ് മ്യൂക്കോസയിലേക്ക് പോവുക. ദാറ്റ് സാൽമണല്ല കണ്ടെയ്നിങ് വാക്യൂൾസ് അവിടെ എത്തും സബ് മ്യൂക്കോസയിലേക്ക്. ആൻഡ് വൺസ് ദേ റീച്ച് സബ് മ്യൂക്കോസ ദേ ഗോട്ട് ഫാഗോസൈറ്റോസ്ഡ് ബൈ ദി മൈക്രോഫേജ്. ദെൻ സർവൈവ് ഇൻസൈഡ് മൈക്രോഫേജ് എങ്ങനെയാണ്, ഈ ബാസിലി എന്ത് ചെയ്യും, ബാസിലി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ബാസിലി ഫസ്റ്റ് ലൈപ്പോപോളിസാക്കറൈഡിനെ ഓൾട്ടർ ചെയ്യും. ബാസിലി ആദ്യം ലൈപ്പോപോളിസാക്കറൈഡിനെ ഓൾട്ടർ ചെയ്തിട്ട് thus they become less susceptible to this lysosomal enzyme in macrophage. Lysosomal enzyme in macrophage in less susceptible ആയിട്ട് മാറും by altering the lipopolysaccharides. Thus it forms primary bacteremia and secondary bacteremia. Primary bacteremia എന്ന് പറയുമ്പോൾ എന്താ സംഭവം, from macrophage they spread via the lymphatics to the bloodstream, and from the bloodstream they spread to RES, reticuloendothelial system, and other organs. Whereas secondary bacteremia എന്ന് പറയുമ്പോൾ from the seeded organ they lead to onset of clinical diseases. സെക്കൻഡറി ബാക്ടീരിയമ എന്ന് പറയുമ്പോൾ നേരെ ഡിസീസും, പ്രൈമറി ബാക്ടീരിയമ എന്ന് പറയുമ്പോഴത്തേക്കും സ്പ്രെഡാണ് വരുന്നത്. ഓക്കെ, നൗ അബൌട്ട് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൻലി ഫീവറാണ്. ഫീവർ എന്ന് പറയുമ്പം സ്റ്റെപ്പ് ലെയ്ഡർ പാറ്റേണിലായിരിക്കും ഫീവർ വരുന്നത്. ആൻഡ് ദിസ് ഫീവർ റൈസസ് ഗ്രാജുവലി ടു എ ഹയർ ലെവൽ വിത്ത് ഇവരി സ്പൈക്ക് ദെൻ ഫോൾ ഡൗൺ ബട്ട് ഡസ് നോട്ട് ടച്ച് ദി നോർമൽ എന്നാണ്. താഴെ വരില്ല, നോർമലിലേക്ക് ടച്ച് ചെയ്യുന്നില്ല, ബട്ട് ദ റൈസ് ലൈക്ക് എ സ്റ്റെപ്പ് ലാഡർ പാറ്റേൺ. ദെൻ അതർ സിംറ്റംസ് ഇൻക്ലൂഡ്സ് ഹെഡേക്ക്, ചിൽസ്, കഫ്, സ്വെറ്റിംഗ്, myalgia and arthralgia. ഇതാണ് അതർ സിംറ്റംസ്. ഹെഡേക്ക്, ചിൽസ്, കഫ്, സ്വെറ്റിംഗ്, മയാൾജിയ ആൻഡ് ആർത്രാൾജിയ. ദെൻ റാഷസ് ഉണ്ടാകുന്നത് റെഡ് സ്പോട്ട്സ് ആയിട്ടുള്ള റാഷസ് ആണ് ഉണ്ടാകുന്നത്. അത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഫെയിൻറ്റ്, സാൽമൺ കളേർഡ്, ബ്ലാഞ്ചിങ്, മാക്യുലോപാപ്പുലർ റാഷ് എന്നാണ്. ഫെയിൻറ്റ് ആയിട്ടുള്ള സാൽമൺ കളേർഡ്, ബ്ലാഞ്ചിങ്, മാക്യുലോപാപ്പുലർ റാഷ് ഓൺ ദി ട്രങ്ക് ആൻഡ് ചെസ്റ്റ്. ഇത് ഫസ്റ്റ് വീക്ക് ആൻഡ് ദി എൻഡ് ഓഫ് ഫസ്റ്റ് വീക്കിലായിരിക്കും കൂടുതലായിട്ട് കാണുന്നത്. ദെൻ ഏർലി ഇൻറ്റസ്റ്റൈനൽ മാനിഫെസ്റ്റേഷൻസ് ലൈക്ക് അബ്ഡോമിനൽ പെയിൻ, നോസിയ, വോമിറ്റിംഗ്, ഡയേറിയ ഓർ കോൺസ്റ്റിപ്പേഷൻ. ഇമ്പോർട്ടൻറ്റ് സൈൻസ് എന്ന് പറയുന്നത് ഹെപ്പാറ്റോസ്പ്ലീനോമെഗലി, എപ്പിസ്റ്റാക്സിസ് ദാറ്റ് ഇസ് ബ്ലീഡിങ് ത്രൂ ദി നോസ്, ആൻഡ് റിലേറ്റീവ് ബ്രാഡിക്കാർഡിയ വരും. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് സൈൻസ്. ഹെപ്പാറ്റോസ്പ്ലീനോമെഗലി, എപ്പിസ്റ്റാക്സിസ് ആൻഡ് റിലേറ്റീവ് ബ്രാഡിക്കാർഡിയ. ദെൻ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പം GI ബ്ലീഡിങ്, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ബ്ലീഡിങ് ആൻഡ് ഇൻറ്റസ്റ്റൈനൽ പെർഫോറേഷൻ ഇൻ ദി 3rd or 4th വീക്ക്. ദെൻ ന്യൂറോളജിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ റെയറായിട്ട് വരുന്നതാണ്. ഇറ്റ് കോസസ് മെനിഞ്ചൈറ്റിസ്, സെറിബ്രൽ അറ്റാക്സിയ, സൈക്യാട്രിക് സിംറ്റംസ്. സൈക്യാട്രിക് സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, പാരനോയിഡ്, സൈക്കോസിസ്, ഡെലീറിയം എക്സെട്ര. ലാബ് ഡയഗ്നോസിസ്. അതിന് മുമ്പായിട്ട് ഈ നോട്ട്സ്, ഈ പേജസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അറ്റ് ദി എൻഡ് ഈ പേജ് ഫുള്ളായിട്ട് കാണിക്കാം. ഇഫ് യു വാണ്ട് യു ക്യാൻ ടേക്ക് എ സ്ക്രീൻഷോട്ട്.
ലാബ് ഡയഗ്നോസിസ്. ലാബ് ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്പെസിമെൻ കളക്ഷൻ ആണ്. സ്പെസിമെൻ കളക്ഷൻ ഫസ്റ്റ് വീക്ക് ഓഫ് ഇൽനെസ്സിൽ സ്പെസിമെൻ കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഏതൊക്കെ സ്പെസിമെൻ ആയിരിക്കും കളക്ട് ചെയ്യുന്നത്? ബ്ലഡ് കൾച്ചർ, ബോൺ മാരോ ഓർ ഡിയോഡനൽ ആസ്പിരേറ്റ് കൾച്ചർ. സെക്കൻഡ് ഓർ തേർഡ് വീക്കിലാണെങ്കിലോ സിറം ആയിരിക്കും. വൈഡൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിറം ആയിരിക്കും സെക്കൻഡ് ഓർ തേർഡ് വീക്കിൽ ചെയ്യുന്നത്. തേർഡ് ഓർ ഫോർത്ത് വീക്കിലാണെങ്കിൽ യൂറിൻ ഓർ സ്റ്റൂൾ കൾച്ചറാണ് ചെയ്യുന്നത്. ബ്ലഡ് കൾച്ചർ. ബ്ലഡ് കൾച്ചർ എന്ന് പറയുമ്പോൾ കൺവെൻഷനലി ദർ ആർ BHI ബ്രോത്ത് ഓർ അഗാർ ആണ് യൂസ് ചെയ്യുന്നത്. BHI ബ്രോത്ത് ഓർ അഗാർ എന്ന് പറയുമ്പോൾ എന്താ? ബ്രെയിൻ ഹേർട്ട് ഇൻഫ്യൂഷൻ ബ്രോത്ത് ഓർ അഗാർ. ദെൻ ഓട്ടോമേറ്റഡ് ബ്ലഡ് കൾച്ചർ സിസ്റ്റം ഉണ്ട്, ബാക്ടി ഓർ ALERT അലർട്ട്. ദെൻ സാൽമണല്ല ഈസ് എ നോൺ ഫസ്റ്റീഡിയസ് ഓർഗാനിസമാണ്. ദെൻ കോളനി എങ്ങനെ അപ്പിയർ ചെയ്യുന്നത്? ബ്ലഡ് അഗർ ആണെങ്കിൽ നോൺ ഹീമോലൈറ്റിക് ആയിട്ടുള്ള ഒരു മോയിസ്റ്റ് കൊളനി ആയിരിക്കും വരുന്നത്. ബ്ലഡ് അഗാറിലാണെങ്കിൽ നോൺ ഹീമോലൈറ്റിക് ആയിട്ടുള്ളൊരു മോയിസ്റ്റ് കൊളനിയും. മക്കോൺകി അഗർ ആണെന്നുണ്ടെങ്കിൽ കൊളനീസ് ആർ റൗണ്ട്, ട്രാൻസ്ലൂസൻറ്റ്, പെയിൽ ആൻഡ് നോൺ ലാക്ടോസ് ഫെർമെൻറ്റിംഗ് കൊളനീസാണ് ഉണ്ടാക്കുന്നത്. സ്റ്റൂൾ കൾച്ചർ എന്ന് പറയുമ്പം എൻറിച്ച്മെൻറ്റ് ബ്രോത്ത് യൂസ് ചെയ്യുന്നുണ്ട്, വിച്ച് ആർ സെലനൈറ്റ് എഫ് ബ്രോത്ത്, ടെട്രാടയോണേറ്റ് ബ്രോത്ത് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബ്രോത്ത്. There are selective broth, which are selective media and low selective media and high selective media. ലോ സെലക്റ്റീവ് മീഡിയ എന്ന് പറയുമ്പോൾ മക്കോൺകി അഗാറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താ കാണുന്നത്? ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള റൗണ്ട്, പെയിൽ, നോൺ ലാക്ടോസ് ഫെർമെൻറ്റിംഗ് കോളനീസ് കാണാൻ പറ്റും. ദെൻ ദി ഹൈലി സെലക്റ്റീവ് മീഡിയ എന്ന് പറയുമ്പോൾ DCA, XLD ആൻഡ് വിൽസൺ ബ്ലെയർ മീഡിയം. ഈ DCA, XLD എന്നൊക്കെ പറയുമ്പോൾ എന്താ? DC എന്ന് പറയുമ്പോൾ ഡിയോക്സി കോളേറ്റ് സിട്രേറ്റ് അഗാറാണ്. They produces lactose fermenting pale colony with a black center. ബ്ലാക്ക് സെൻറ്ററോട് കൂടിയിട്ടുള്ള ഒരു പെയിൽ കോളനീസാണ് DC ഉണ്ടാക്കുന്നത്. XLD എന്ന് പറയുമ്പം സൈലോസ് ലൈസിൻ ഡീഓക്സിക്കോളേറ്റ്. ഇവിടെ റെഡ് കോളനീസ് വിത്ത് ബ്ലാക്ക് സെൻറ്റർ. മറ്റേതെന്ന് പറയുമ്പോൾ എന്താ? പെയിൽ ആയിട്ടുള്ള കോളനി വിത്ത് ബ്ലാക്ക് സെൻറ്റർ ആണ് DC ഉണ്ടാക്കുന്നത്. XLD ആണെന്നുണ്ടെങ്കിൽ റെഡ് കോളനി വിത്ത് ബ്ലാക്ക് സെൻറ്റർ. ദെൻ വിൽസൺ ബ്ലെയർ മീഡിയവും ഐസൊലേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതർ സ്പെസിമെൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ്? bone marrow, duodenal aspirate and combination of blood, bone marrow, intestinal secretion cultures, etc. ഇത് ഫസ്റ്റ് വീക്കിൽ ചെയ്യുന്നത്. നൗ നമ്മൾ യൂറിൻ കൾച്ചറാണ് പറയുന്നത്. യൂറിൻ കൾച്ചർ ഓർ മക്കോൺകി അഗാറാണ്. ദെൻ കൾച്ചർ സ്മിയർ ആൻഡ് മോട്ടിലിറ്റി ടെസ്റ്റിംഗ്. ദേ ആർ ഗ്രാം നെഗറ്റീവ്, നോൺ സ്പോറിംഗ്, നോൺ ക്യാപ്സുലേറ്റഡ് ബാസിലി, മോട്ടൈൽ വിത്ത് പെരിട്രൈക്കസ് ഫ്ലാജില്ല. ഇവർക്ക് പെരിട്രൈക്കസ് ഫ്ലാജില്ലയാണുള്ളത്. അതായത് വൈറലിൻ്റെ ക്ലാസിഫിക്കേഷൻ, ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷനിൽ തന്നെ പറഞ്ഞായിരുന്നു എന്താണ് പെരിട്രൈക്കസ് ഫ്ലാജെല്ല. ദെൻ ഐഡൻറ്റിഫിക്കേഷൻ യൂസിങ് മാൽഡി ടോഫ് ഓർ വിറ്റക് ടെക്നിക്സ്. ആൻഡ് ദേ ആർ കാറ്റലൈസ് പോസിറ്റീവ് ആൻഡ് ഓക്സിഡേസ് നെഗറ്റീവ് ആണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇവിടെ എൻറ്ററിക് ഫീവർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എൻറ്ററിക്കിനകത്ത് C എന്നൊരു സ്പെല്ലിംഗ് ഉണ്ട്, വേറാസ് O എന്നൊരു ലെറ്റർ ഇല്ല. C എന്നൊരു ലെറ്റർ ഉള്ളതുകൊണ്ട് തന്നെ ദേ ആർ കാറ്റലൈസ് പോസിറ്റീവ് ആൻഡ് ഓക്സിഡേസ് നെഗറ്റീവ്. നമ്മളിത് കോളറയുടെ കാര്യത്തിൽ പറഞ്ഞായിരുന്നു. കോളറ എന്ന് പറയുമ്പോൾ Cയും Oയും ഉള്ളത് കൊണ്ട് തന്നെ ദേ ആർ കാറ്റലൈസ് പോസിറ്റീവ് ആൻഡ് ഓക്സിഡേസ് പോസിറ്റീവ് ആയിരുന്നു. ഇവിടെ നിന്ന് പറയുമ്പോഴത്തേക്ക് എൻറ്ററിക് C മാത്രമല്ലേ ഉള്ളൂ. സോ വി ക്യാൻ ടെൽ ദേ ആർ കാറ്റലൈസ് പോസിറ്റീവ് ആൻഡ് ഓക്സിഡേസ് നെഗറ്റീവ്. ദെൻ ICUT, ഇൻഡോൾ, സിട്രേറ്റ്, യൂറിയേസ്, TSI ഒക്കെയാണ്. TSI ആണെങ്കിൽ ആൽക്കലൈൻ ആസിഡാണ്, ബാക്കി മൂന്നും നെഗറ്റീവാണ്. Then slide agglutination test is used to confirm the serotype. O9 ആൻറ്റിസെറ യൂസ് ചെയ്യുന്നത് സാൽമണല്ല ടൈഫിക്കും. O2 ആൻറ്റിസെറ യൂസ് ചെയ്യുന്നത് സാൽമണല്ല പാരാടൈഫി എയ്ക്ക്. O4 ആണെങ്കിൽ സാൽമണല്ല പാരാടൈഫി ബിക്കാണ് യൂസ് ചെയ്യുന്നത്. ദെൻ സെറം ആൻറ്റിജൻ ഡിറ്റക്ഷൻ ഓർ വൈഡാൽ ടെസ്റ്റ്. സെറം ആൻറ്റിജൻ ഡിറ്റക്ഷൻ ഓർ വൈഡാൽ ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ദി ആൻറ്റിബോഡീസ് ആർ ഡിറ്റക്റ്റഡ് എഗെയിൻസ്റ്റ് TO, TS, AH or BH ആൻറ്റിജൻ. ആൻറ്റിബോഡീസ് ആൻറ്റിജന് വേണ്ടി ഡിറ്റക്ട് ചെയ്യുകയാണ്. ആൻറ്റിബോഡീസ് ഇറക്കും, ആൻറ്റിജനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യും. ഏതൊക്കെ ആൻറ്റിജനാണ്? TO, TH, AH, BH ആൻറ്റിജൻ. ഇനി ഇത് ഏതൊക്കെ സ്പീഷീസ്, ഏതൊക്കെ ഇൻഫെക്ഷനിലാണ് ഇതൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. സാൽമണല്ല ടൈഫി ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ TO റൈസ് ചെയ്തിട്ടുണ്ടാവും, അതുപോലെ THും ആൻറ്റിബോഡി റൈസ് ചെയ്തിട്ടുണ്ടാവും. AS പാരാടൈഫി ഇൻഫെക്ഷൻ ആണെങ്കിൽ, AS പാരാടൈഫി A ഇൻഫെക്ഷൻ ആണെങ്കിൽ AS ആൻഡ് TO റൈസ് ചെയ്തിട്ടുണ്ടാവും. വേറാസ് AS പാരാടൈഫി B ഇൻഫെക്ഷൻ ആണെങ്കിൽ there will be a rise of TO and BH antibody. Now result and integration എന്ന് പറയുമ്പോഴത്തേക്കും
ഓ ആൻറ്റിബോഡി നമ്മൾ നേരത്തെ പറഞ്ഞത് ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. നേരത്തെ ഡിഫറൻസിയേഷൻ പറഞ്ഞായിരുന്നു. ദേ ആർ ഓ ആൻറ്റിജൻ എന്ന് പറയുമ്പോൾ ദേ ആർ ഗ്രാനുലർ ചോക്കി ക്ലംപ് വെൻ റിയാക്ട് വിത്ത് ഓ ആൻറ്റിജൻ. ഈ ഓ ആൻറ്റിബോഡീസ് ആർ ഗ്രാനുലർ ചോക്കി ക്ലംപ് വെൻ റിയാക്ട് വിത്ത് ഓ ആൻറ്റിജൻ. ദെൻ എച്ച് ആൻറ്റിബോഡി എന്ന് പറയുമ്പോൾ ദേ ആർ കോട്ടണി വൂൾ ക്ലംപ് വെൻ റിയാക്ട് വിത്ത് എച്ച് ആൻറ്റിജൻ. ദേ ആർ കോട്ടണി വൂൾ ക്ലംപ് വെൻ റിയാക്ട് വിത്ത് എച്ച് ആൻറ്റിജൻ. About the antigen detection, serum and urine antigen detection using ELISA, molecular method PCR ആണ് യൂസ് ചെയ്യുന്നത്. നോൺ സ്പെസിഫിക് ഫൈൻഡിങ് ആൻഡ് ന്യൂട്രോപീനിയ ആൻഡ് ലുക്കോസൈറ്റോസിസ്. ആൻറ്റി മൈക്രോബിയൽ സസെപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഡിസ്ക് ഡിഫ്യൂഷൻ ടെസ്റ്റ് ആൻഡ് വിടെക്. നൗ ഡിറ്റക്ഷൻ ഓഫ് കാരിയേഴ്സ്. ഡിറ്റക്ഷൻ ഓഫ് കാരിയേഴ്സ് എന്ന് പറയുമ്പം സ്റ്റൂൾ ആൻഡ് ബയൽ കൾച്ചേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സ്റ്റൂൾ ആൻഡ് ബയൽ കൾച്ചർ ടു ഡിറ്റക്ട് ഫീക്കൽ കാരിയർ ആൻഡ് യൂറിൻ കൾച്ചർ ടു ഡിറ്റക്ട് യൂറിനറി കാരിയർ. ഇനിയും how they are, which all techniques are used. സീവർ സ്വാബ് ടെക്നിക് ആൻഡ് ഫിൽട്രേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. നൗ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് ഈ സാൽമണല്ലയ്ക്കുണ്ട് വിച്ച് ഏതൊക്കെ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് ആണുള്ളത്? ക്ലോറാഫെനിക്കോൾ, ആംപിസിലിൻ ആൻഡ് ക്ലോട്രിമസോൾ റെസിസ്റ്റൻസ് ഉണ്ട്. അതുകൂടാതെ ഫ്ലൂറോക്വിനോലോൺ റെസിസ്റ്റൻസും ഇവർക്കുണ്ട്. നൗ യു ആർ ഗോയിങ് ടു ടെൽ അബൌട്ട് ദി പ്രൊഫൈലാക്സിസ്. കൺട്രോൾ ഓഫ് കേസ്, ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അതുപോലെ ഡിസിൻഫെക്ഷൻ ഓഫ് സ്റ്റൂൾ ഓർ യൂറിൻ, സോയിൽഡ് ക്ലോത്ത്സ്. കൺട്രോൾ ഓഫ് കാരിയേഴ്സ് എന്ന് പറയുമ്പോൾ ബൈ VI ആൻറ്റിബോഡി ഡിറ്റക്ഷൻ ഇൻ സ്റ്റൂൾ ഓർ യൂറിൻ കൾച്ചർ. ആൻഡ് ഇഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കോളിസിസ്റ്റെക്ടമി പ്ലസ് ആംപിസിലിൻ ഓർ അമോക്സിസിലിൻ പ്ലസ് പ്രോബെനസിഡ്. ദെൻ സാനിറ്റേഷൻ മെഷേഴ്സ് ആണ്. സാനിറ്റേഷൻ മെഷേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് സാനിറ്റേഷൻ മെഷേഴ്സിൽ പറയുന്നത്. വിച്ച് ആർ പ്രൊട്ടക്ഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ, ഹാൻഡ് വാഷിംഗ്, പ്രൊമോട്ട് ഓഫ് ഫുഡ് ഹൈജീൻ, ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഇതൊക്കെ തന്നെ. വാക്സിൻ എന്ന് പറയുമ്പോൾ മെയിൻലി വാക്സിൻ എടുക്കേണ്ട സിറ്റുവേഷൻ എന്തൊക്കെയാണ്? ട്രാവലേഴ്സ് going to the endemic area, people attending meals and yantras, etc. Then household contact, people at increased risk like school children, people living in endemic areas and all. ഇനി വാക്സിൻ എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് വാക്സിനാണുള്ളത്. VI ആൻറ്റിജൻ ക്യാപ്സുലർ പോളിസാക്കറൈഡ് വാക്സിൻസ് ആൻഡ് ടൈഫോയിഡൽ ആൻഡ് പാരൻ്റൽ TAB vaccines. These are the 3 types of vaccines. ഇൻ ഷോർട്ട് പറയാനുണ്ടോ, സമ്മറി പോലെ പറയുകയാണ് എൻട്രിക് ഫീവറിനെ കുറിച്ചിട്ട്. എൻട്രിക് ഫീവർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ദേ ആർ ഫേറ്റൽ മൾട്ടി സിസ്റ്റം ഇൽനസ് കോസ്ഡ് ബൈ ദി സാൽമണല്ല ടൈഫി ആൻഡ് സാൽമണല്ല പാരാടൈഫി A, B and C. ദെൻ സാൽമണല്ല എന്ന് പറയുമ്പോൾ തന്നെ ദേ ആർ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ, ആൻജിനിക്കലി കോംപ്ലക്സ് ആണ്. ക്ലിനിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടൈഫോയിഡൽ സാൽമണല്ല, നോൺ ടൈഫോയിഡൽ. ടൈഫോയിഡൽ എന്ന് പറയുമ്പോൾ എൻട്രിക് ഫീവർ ഉണ്ടാക്കും. നോൺ ടൈഫോയിഡൽ എന്ന് പറയുമ്പോൾ ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് ആൻഡ് സെപ്റ്റിസീമിയ ഹ്യൂമൻ ഉണ്ടാക്കും. ദേ ആർ ഫുഡ് ബോൺ. ദെൻ ബേസ്ഡ് ഓൺ ഓ ആൻറ്റിജൻ ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഓ മാത്രമല്ല H ആൻറ്റിജനും വെച്ചിട്ടുണ്ട്. ദർ ആർ 67 serotypes. 67 serotypes അല്ല, 67 serogroups. Then based on the DNA hybridization molecular classification ഉണ്ട്. Yes, salmonella enteric and salmonella boncori. Then antigenic structure somatic antigen, flagellar antigen, VA surface envelope antigens കുറിച്ച് നമ്മൾ പറഞ്ഞത്. ടൈഫോയിഡൽ സാൽമണല്ല ഉണ്ടാക്കുന്ന സ്പീഷീസ് ആണ് സാൽമണല്ല ടൈഫി ആൻഡ് സാൽമണല്ല പാരാടൈഫി A, B and C. ഇത് കോസസ് എൻറ്ററിക് ഫീവർ. പിന്നെ പാത്തോജനസിസ് ആണ് പറഞ്ഞത്. പാത്തോജനസിസ് എന്ന് പറയുമ്പം ഇൻജക്ഷനിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദെൻ ദ ഇൻഫെക്റ്റഡ് ഡോസ് ഹയർ ദാൻ ഷിഗല്ലയാണ്. 10⁻³ to 10⁻⁶ വരുന്നുണ്ട്. നൗ എങ്ങനെയാണ് എൻട്രി എന്ന് പറയുമ്പോൾ M സെൽ ഓർ എപ്പിത്തീലിയൽ സെല്ല് വഴി ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസയിലെത്തും. മെംബ്രെയിൻ റഫിൾസ് ഉണ്ടാക്കും. ദസ് ദേ ഗെറ്റ് അറ്റാച്ച്, ദേ ഗോട്ട് അഡ്ഹറൻറ്റ് വിത്ത് ലാർജ് വെസിക്കിൾസ്. Then mediated by the type 3 secretion system, ബാസിലി എന്ത് പറ്റും, സൈറ്റോപ്ലാസത്തിലേക്ക് എത്തും ബൈ ദി പ്രോസസ് ഓഫ് പാക്ക് മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ്. ഇപ്പോൾ സൈറ്റോപ്ലാസത്തിലാണുള്ളത്. ദെൻ സാൽമണല്ല കണ്ടെയ്നിങ് വാക്യൂൾ റിച്ചസ് സബ് മ്യൂക്കോസ ഗോട്ട് ഫാഗോസൈറ്റോസ്ഡ് ബൈ ദി മാക്രോഫേജ്. ദേ സർവൈവ് ഇൻസൈഡ് ദി മാക്രോഫേജ്. എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും? ബൈ ഓൾട്ടറേഷൻ ഇൻ ദി ലൈപ്പോപോളിസാക്കറൈഡ്. ദസ് ദേ ആർ നോട്ട് സസെപ്റ്റബിൾ ടു ദി lysosomal enzymes in macrophage. Thus they become non-susceptible to lysosomal enzymes in the macrophage. Now, susceptible ആയിട്ടുണ്ടെങ്കിൽ they causes primary bacteriemia. Non-susceptible എന്ന് പറയുമ്പോഴത്തേക്കും they can escape. അങ്ങനെയാണെങ്കിൽ they causes primary bacteremia and secondary bacteremia.
പ്രൈമറി ബാക്ടീരിയമ എന്ന് പറയുമ്പോഴത്തേക്കും ബ്ലഡ് സ്ട്രീമിലേക്കുള്ള സ്പ്രെഡും റെക്ടിക്കുലർ എൻഡോത്തീലിയസിലേക്കും വേരിയസ് ഓർഗനിലേക്കുള്ള സ്പ്രെഡാണ് വരുന്നത്. സെക്കൻഡറി ബാക്ടീരിയമ എന്ന് പറയുമ്പോൾ ലീഡിങ് ടു ഓൺസെറ്റ് ഓഫ് ക്ലിനിക്കൽ ഡിസീസസ്. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനകത്ത് ഫീവർ, പിന്നെ അതർ നോർമൽ സിംറ്റംസ് ലൈക്ക് സ്വെറ്റിംഗ്, കഫ്, മയാൾജിയ, ആർത്രalgia, ഹെഡ് ഏക്ക്, ചിൽസ്. റാഷസ് എന്ന് പറയുമ്പോൾ റെഡ് സ്പോട്ട് റാഷസ് ആണ്. മാക്കുലർ പാപ്പുലർ റാഷ് ആണത്. ദെൻ ഏർലി ഇൻഡസ്ട്രിയൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അബ്ഡോമിനൽ പെയിൻ, നോസിയ, വോമിറ്റിംഗ്, ഡയേറിയ, കോൺസ്റ്റിപ്പേഷൻ ഇത് വരാം. ഇമ്പോർട്ടൻറ്റ് സയൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു റിമെമ്പർ. ഹെപ്പാറ്റസ്, സ്പ്ലീനോമെഗലി, എപ്പിസ്റ്റാക്സിസ് ആൻഡ് റിലേറ്റീവ് ബ്രാഡികാർഡിയ. കോംപ്ലിക്കേഷൻസ് ബ്ലീഡിംഗ് വരാം, ഇൻഡസ്ട്രിയൽ പെർഫോറേഷൻസ് 3rd and 4th വീക്ക് ഇത് കാണുന്നത്. ന്യൂറോളജിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ മെനിഞ്ചൈറ്റിസ്, സെറിബ്രലാർ അറ്റാക്സിയ, ന്യൂറോ സൈക്കാട്രിക് സിംറ്റംസ്. ലൈവ് ഡയഗ്നോസിസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെസിമെൻ കളക്ഷൻ പറയാം. സ്പെസിമെൻ കളക്ഷൻ ഏതൊക്കെയായിരിക്കും? ഫസ്റ്റ് വീക്കിലാണെങ്കിൽ ബ്ലഡ് കൾച്ചർ, ബോൺ മാരോ, ഡിയോർണൽ ആസ്പിറേറ്റ് കൾച്ചറും. സെക്കൻഡ് ഓർ തേർഡ് വീക്കിലാണെങ്കിൽ സെറം കൾച്ചർ യൂസിങ് വൈറ്റൽ ടെസ്റ്റ് കൺഫേം ചെയ്യും. ആൻഡ് തേർഡ് ഓർ ഫോർത്ത് വീക്കാണെങ്കിൽ യൂറിൻ ഓർ സ്റ്റൂൾ കൾച്ചർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ദെൻ ബ്ലഡ് കൾച്ചർ എന്ന് പറയുമ്പോൾ കൺവെൻഷനലി BHI ബ്രോത്ത് or agar യൂസ് ചെയ്യും. ഓട്ടോമേറ്റഡ് ബ്ലഡ് കൾച്ചർ സിസ്റ്റംസ് ലൈക്ക് BC, ബാക്ടീരിയ അലോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സാൽമണല്ല ഇസ് എ നോൺ ഫസ്റ്റീഡിയസ് കോളനി അപ്പിയർ ചെയ്യുന്ന ബ്ലഡ് അഗറിലാണെങ്കിൽ നോൺ ഹീമോലൈറ്റിക് മോയിസ്റ്റ് കോളനീസ്. മക്കോൺകി അഗറിലാണെങ്കിൽ കോളനീസ് ആർ റൗണ്ട്, ട്രാൻസ്ലൂസൻറ്റ്, പെയിൽ ആൻഡ് നോൺ ലാക്ടോസ് ഫെർമെൻറ്റിംഗ് ആണ്. സ്റ്റൂൾ കൾച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റൂൾ കൾച്ചർ എന്ന് പറയുമ്പോൾ എൻറിച്ച്ഡ് ബ്രോത്ത് സച്ചാസ് സെലിനൈറ്റ്, എഫ് ബ്രോത്ത്, ടെട്രാടയോണേറ്റ് ബ്രോത്ത് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബ്രോത്ത് യൂസ് ചെയ്യും. ലോ സെലക്റ്റീവ് മീഡിയ ആൻഡ് ഹൈ സെലക്റ്റീവ് മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. ലോ സെലക്റ്റീവ് മീഡിയ എന്ന് പറയുമ്പോൾ മക്കോൺകി അഗർ ആൻഡ് ഹൈ സെലക്റ്റീവ് മീഡിയ എന്ന് പറയുമ്പോഴത്തേക്കും ട്രാൻസ്ലൂസൻറ്റ് കോളനി വിത്ത് ബ്ലാക്ക്, ദാറ്റ് ഇസ് DCA. XLD എന്ന് പറയുമ്പോൾ എന്താ? റെഡ് കോളനി വിത്ത് ബ്ലാക്ക് ടൂഡ് ആയിരിക്കും. ദെൻ വിൽസൺ ബ്ലെയേഴ്സ് മീഡിയം. ദെൻ യൂറിൻ കൾച്ചർ യൂസ് ചെയ്യുന്നത് മക്കോൺകി അഗാറിലാണ്. ദെൻ കൾച്ചർ സ്മിയർ ആൻഡ് മോർട്ടാലിറ്റി നോക്കുമ്പോൾ ഗ്രാം നെഗറ്റീവ്, നോൺ സ്പോറിംഗ് ആൻഡ് നോൺ ക്യാപ്സുലാർ പാസിലെ, മോർട്ടൽ വിത്ത് പെരിട്രൈക്കസ് ഫ്ലാജെല്ലെ. ദെൻ ഐഡൻറ്റിഫിക്കേഷൻ യൂസിങ് മാൽഡിറ്റോഫ് ഓർ വിറ്റെക്. അവിടെ കാറ്റലൈസ് പോസിറ്റീവ് ആണ്, ഓക്സിഡൈസ് നെഗറ്റീവ് ആണ്. എന്തുകൊണ്ടാണ് കാറ്റലൈസ് പോസിറ്റീവ് ആയത്? ദേ ആർ കാറ്റലൈസ് പോസിറ്റീവ് ബിക്കോസ് എൻട്രിക് ഫീവർ, അത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. എൻട്രിക് ഫീവർ എന്ന് ഓർക്കുക. എൻട്രിക്കിനകത്ത് C മാത്രമേ ഉള്ളൂ, O ഇല്ല. സോ കാറ്റലൈസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ മതി. ദെൻ ICUT നെഗറ്റീവ് ആണ്. Tയിൽ ആൽക്കലൈൻ ഓർ ആസിഡ് ആയിട്ടായിരിക്കും കാണുന്നത്. സ്ലൈഡ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ടു കൺഫേം ദി സീറോ ഗ്രൂപ്പ്സ് ആൻഡ് ദർ O9 ആൻറ്റിസെറ S ടൈഫി ആണ്. O2 ആൻറ്റിസെറ S പാരാടൈഫി. ദെൻ O4 S പാരാടൈഫി B. Now about the serum antigen antibody. വാട്ടർ ടെസ്റ്റിൽ 2 to 3 വീക്സ് ഓഫ് ഇൽനെസ്സിൽ കണ്ടുപിടിക്കാൻ പറ്റും. ആൻറ്റിബോഡീസിനെ ഡിറ്റക്ട് ചെയ്യും ആൻറ്റിജനിൽ നിന്ന്. സോ ടൈഫി ഇൻഫെക്ഷൻ, അതായത് സാൽമണല്ല ടൈഫി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ TO ആൻറ്റിബോഡി ആൻഡ് TH ആൻറ്റിബോഡി വിൽ ബി റേസ്ഡ്. സാൽമണല്ല പാരാടൈഫി A ഇൻഫെക്ഷൻ ഉള്ളതെന്നുണ്ടെങ്കിൽ TO ആൻറ്റിബോഡി ആൻഡ് AH ആൻറ്റിബോഡി വിൽ ബി റേസ്ഡ്. സാൽമണല്ല പാരാടൈഫി B ഇൻഫെക്ഷൻ ആണെങ്കിൽ TO ആൻഡ് VH ആൻറ്റിബോഡീസ് വിൽ ബി റേസ്ഡ്. റിസൾട്ട്സ് ആൻഡ് ഇൻറ്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ആൻറ്റിബോഡി എന്ന് പറയുമ്പോൾ ഗ്രാനുലാർ ചോക്കി വൈറ്റ് ക്ലംപ് ആയിരിക്കും ഉണ്ടാകുന്നത്. H ആൻറ്റിബോഡി ആണെങ്കിലോ കോട്ടണി വൂളി ക്ലംപ് ആയിരിക്കും ഉണ്ടാകുന്നത്. ആൻറ്റിജൻ ഡിറ്റക്ഷൻ ELISA യൂസ് ചെയ്യാം. മോളിക്കുലർ മെത്തേഡ്സ് PCR യൂസ് ചെയ്യാം. നോൺ സ്പെസിഫിക് ഫൈൻഡിംഗ് എന്ന് പറയുമ്പോൾ ന്യൂട്രോപ്പീനിയൻ, ലൂക്കോസൈറ്റോസിസ് ഉണ്ടാവും. ദെൻ ഡിറ്റക്ഷൻ ഓഫ് കാരിയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റൂൾ ആൻഡ് ബൈൽ കൾച്ചർ ടു സി ഫീക്കൽ കാരിയേഴ്സ് ആൻഡ് യൂറിൻ കൾച്ചർ ടു സി യൂറിനറി കാരിയേഴ്സ്. ഇവിടെ ഏതൊക്കെ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്? സെവൽ സ്വാബ് ടെക്നിക്ക് ആൻഡ് ഫിൽട്രേഷൻ. മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് ഉണ്ട് ഇവർക്ക്. മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ക്ലോറോഫെനിക്കോൾ, ആംബിസിലിൻ ആൻഡ് കോട്രിമെസോൾ ഇതിനോടൊക്കെയാണ് ഇവർക്ക് റെസിസ്റ്റൻസ് ഉള്ളത്. കൂടാതെ ഫ്ലൂറോക്വിനോണിനോടും റെസിസ്റ്റൻസ് ഉണ്ട്. പ്രൊഫൈലാക്സിസ് എന്ന് പറയുമ്പോഴത്തേക്കും കൺട്രോൾ ഓഫ് കേസസ്, ഇയർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് വേണം. ഡിസ്ഇൻഫെക്ഷൻ ഓഫ് സ്റ്റൂൾ ഓർ യൂറിൻ സോയിൽഡ് ക്ലോത്ത് ആൻഡ് control of carriers by VI antibody detection in the stool or urine culture. Effective treatment using cholecystectomy plus ampicillin. അതല്ലെങ്കിൽ ampicillin or amoxicillin plus probenecide. Then sanitary measures നേരത്തെ പറഞ്ഞിരുന്നു. വാക്സിനേഷൻസ് പറഞ്ഞു. 3 വാക്സിൻസ് ആണുള്ളത്. which are VI antigen capsular polysaccharide vaccines, typhoidal vaccine, parenteral TAB vaccine. This is about the enteric fever. Then enteric fever full note and if you have any suggestion, do let me know in the comment section. And if you like the video, please do like, share and subscribe. Thank you.